ഹായ്, നമുക്ക് നേര് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിന് വന്നതാണ്. കല്യാണത്തിന് പോയി ചോറുണ്ട് തിരിച്ചു മടങ്ങിയ. പക്ഷെ ഭയങ്കര തിരക്കുമാണ്. നമ്മൾ സ്ഥിരം ഡയലോഗാണ്, അത് എടുക്കാൻ പറ്റിയില്ല എന്ന്. പക്ഷെ നമ്മൾ ചെറുതായിട്ട് ഷോട്ടിക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ അരിമ്പ്ര പറഞ്ഞ സ്ഥലത്ത്, നമ്മളെ ചുറ്റുഭാഗത്തുള്ളവർക്കെങ്കിലും അറിയാലോ അരിമ്പ്ര എന്ന് പറഞ്ഞാൽ. അവിടെ വന്നപ്പോഴും അവിടെ ഉള്ളവരൊക്കെ ചിലരൊക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ അറിയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ്, നെയ്ച്ചോറ്, കടായി ഒക്കെ കഴിച്ചു. ഫുള്ളാണ്. ഇവിടെ നിർത്താൻ കാരണം എന്താ? ഇവിടെ നിർത്താൻ കാരണം മുള വെച്ചിട്ട്, മുളല്ലേ, ആ മുള പൂത്തിട്ട് ഇതാ മുള അരി ഉണ്ടായിട്ടുണ്ട്. നിറയെ എന്ന് പറഞ്ഞാൽ നിറയെ കേട്ടോ. നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെന്ന് മുന്നേ ഓർമ്മ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ അരി ഉണ്ട്. പക്ഷെ കിളികൾ വന്നിട്ട് നിറയെ കിളികൾ നമ്മളെ കണ്ടു. അമ്പലമുണ്ട് അവിടെ. നല്ല എന്താ പറയാ, ഈ പ്രദേശത്ത് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു അമ്പലം ഇവിടെ പെരുമുണ്ട ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് കേട്ടോ. ദുർഗാക്ഷേത്രമാണ് പെരുമുണ്ട. അങ്ങനെ കാണുന്നുണ്ടാവും. ആ കാണുന്നതാണ്. നമ്മൾ പോലുണ്ട്, കാണുന്നുണ്ടോ? ആ അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉള്ളൊരു അമ്പലത്തിനടുത്ത് ഒരു കുളമുണ്ട് ഇവിടെ. അപ്പോൾ സന്തോഷേട്ടന് പേടി അങ്ങോട്ട് ഞാൻ പറഞ്ഞയക്കാൻ. എനിക്ക് ഭയങ്കര അപ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാല് 1 മണി 1:30 ഉണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ പേടിയാ. എനിക്ക് പേടിയില്ല, സന്തോഷം പറയാൻ. പിന്നെ മെയിൻ എന്താ വെച്ചാല് നമ്മളെ ചാനലിന് ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഇടാതെക്കാൻ പറ്റില്ലല്ലോ. അത് എഴുതിട്ട് എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എല്ലാരും പറയണേ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ എന്താ ദേ ചാനലൊക്കെ ഹാക്ക് ചെയ്തു, ചാനലൊക്കെ ഹാക്കിംഗ് അല്ല, അങ്ങനെയൊക്കെ കേൾക്കാം. ഇതിപ്പോ നമുക്ക് അനുഭവം വന്ന് നമുക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നമ്മളെ ചാനലിന്. അപ്പൊ വീഡിയോ ഇട്ട് പറഞ്ഞാൽ ഇന്ന് ആൾക്കാർ കാത്തിരിക്കും. അതുകൊണ്ടാണ് വീഡിയോ ഇട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ അമ്മക്കും ഒരു സന്തോഷം, സന്തോഷം. നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾക്ക് നമ്മളൊന്ന് കാണാലോ. പിന്നെ നമ്മൾക്ക് ഇതിനുള്ള ഇൻകം എന്ന് പറയുന്നത് കിട്ടുമോന്ന് അറിയില്ല. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് നമ്മളെ ആൾക്കാരെ കാണാലോ. വാപ്പൂസേ കോളതാക്കണടെ സൗണ്ട് കേൾക്കേണ്ടതിനുള്ളൂ. നോക്കട്ടോ, ഫ്രണ്ടാണ് പോണെ. നിറയെ പൂത്തത് കൊണ്ട് തന്നെ കിളികളും ഉണ്ട്, എന്തൊക്കെയാ ചെന്തുക്കളുണ്ട്. ഞാൻ കുളത്തിന്റെ ഇവിടെ കുളം. ചുറ്റും കഴുങ്ങും തോട്ടം, തെങ്ങും തോട്ടം, അതിന്റെ നടുവില് റബ്ബർ. ഇപ്പുറം റബ്ബർ. നമ്മൾക്ക് വിറകിനൊന്നും ഇവിടെ ക്ഷാമല്ലാത്ത സ്ഥലമാണ് കേട്ടോ. അത്രയും റബ്ബറുകളൊക്കെ ഉണ്ട്. നമ്മളെ വീട് വരെ ഉണ്ട്. ഇവിടെ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നമ്മള് പാലക്കാട് സ്കൂളിൽ പിന്നെന്താ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇതാണ് കുളം. എനിക്ക് ഇറങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് കുളത്തേക്ക്. നമുക്കൊരു കുളമോ നമ്മളെ വീടിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ വെള്ളം കാണുമ്പോ ഒരു എന്താ പറയാ, അമ്പലത്തിന്റെ അടുത്തുള്ള ഇതൊക്കെ ഇങ്ങനെ തന്നെയാവും. ഏതായാലും റീലൊക്കെ എടുക്കാം നമുക്ക് കേട്ടോ. രാവിലെ എടുക്കാം. ഈ സമയത്ത് പറ്റുന്നത്. അപ്പൊ എന്തൊക്കെ അഡ്മിഷന്റെ കാര്യം എന്തായി പറഞ്ഞു കൊടുക്ക്. ആ എവിടേക്കൊക്കെ കൊടുത്ത്? എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. 4 സ്ഥലങ്ങൾ പറയും. പൂക്കോട്ടുപാട, BMC, വണ്ടൂര്, പിന്നെ ചെറുകോട്, മഞ്ചേരി, തിരുവാലി, മഞ്ചേരി കൊടുക്കാൻ പോയത്. അപ്പോൾ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളാണ്. പൂക്കോട്ടുംപാടം മാത്രം കുറച്ച് അകലെയാണ്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങൊക്കെ ഓനിങ്ങനെ ഇറങ്ങി ശരിയാവട്ടെ. എല്ലാവരും കമൻറ്റിൽ ഇങ്ങനെ പറയലുണ്ട്, ഓനെങ്ങൾ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടാണ് ഉഷാറാവത്തേന്. അപ്പോൾ +1 പോകുമ്പോൾ ഇനി കോളേജ് ആയില്ലേ. പണ്ടൊക്കെ അതൊക്കെ കുറെ ഉണ്ട് കേട്ടോ അങ്ങനെ സാധനങ്ങള്, മരുന്നുകളെ പുറത്ത് കൂടെ ഒക്കെ ഇറങ്ങിയ കുറെ ഉണ്ട്. എന്താ സാധനം എന്നറിയോ? ഇതിനൊക്കെ പേരുണ്ട്. ഇത് നമ്മള് കാലിന് നീരുണ്ടെങ്കിൽ കുഴമ്പ് തേച്ചതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് അവിടെ ഒട്ടിച്ചാൽ ഈ ഇല ആ നീര് വലിച്ചെടുക്കുന്ന പറയുന്നത് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക്, അതായത് നമ്മളമ്മയ്ക്ക് ഇഷ്ടം പോലെ ഞാൻ അത് മലയെന്ന് പറിച്ചോണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നീര് പോലെ കൊതുകിന്റെ കടി കണ്ടിട്ട് നിങ്ങളെ മുഖത്ത് ഇഷ്ടം പോലെ കൊതുകുണ്ട്. പക്ഷെ ഇവിടെ അടിക്കാൻ പറ്റില്ലല്ലോ. കൊതുകാണ്, റബ്ബറല്ലേ. ഇതിനൊക്കെ കേടുവരും തോന്നുന്നു. കാരണം ഈ അരി വീണല്ലേ ഇതിങ്ങനെ നല്ലോണം മൂത്താലേ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. തിന്ന് നോക്കട്ടെ അരി. ഇതിലില്ല ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലേ? നോക്കട്ടോ, കിട്ടില്ല. പക്ഷെ നെല്ല്, നമ്മളെ നെല്ല് ഉണ്ടാവില്ലേ, നെല്ല് തുടക്കം ഉണ്ടാവില്ലേ, തുടക്കം
കായ്ക്കാതെ റേവിന് ഇതേപോലെ ആ ഒരു ഫീലാണ്. ഹൈറ്റില്ല കേട്ടോ. പക്ഷെ ഇവിടെ കൂടെ ചാടിയൊക്കെ കിളികൾ കുത്തുന്നു. ഇത് കഴിഞ്ഞു നീക്കി. ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. ഫോട്ടോ എടുക്കലായിട്ട് നല്ല തണുപ്പൊന്നും പോകാൻ തോന്നില്ല. പക്ഷെ നമ്മൾ ചോറിന് അവിടെ ഗ്രൗണ്ടിൽ തന്നെ എന്തോ ഒരു ചൂടാ. അപ്പോൾ ഒരു ഐസുകാരനും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നെയ്ച്ചറും കഴിച്ചിട്ട് ഒരു ഐസൊക്കെ വാങ്ങി. പനി ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും സുഖമല്ല തൊണ്ടയ്ക്ക്. അതൊന്നും ഐസ് ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. കുറച്ചുകൂടി കഴിയട്ടെ. അധികമൊന്നും ഇല്ല. ഇനി 16 വയസ്സായില്ലേ. ഓരോ വയസ്സ് നോക്കിക്കണം വണ്ടി ഓടിക്കാൻ. കൂട്ടുകാരന്മാരൊക്കെ ഇപ്പോൾ വണ്ടി പറക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയില്ല. ഇപ്പോൾ പോലെ എന്നല്ല അപ്പോൾ സാർ വീട്ടിൽ ഇനി പോണ വഴിയൊക്കെ കാണിക്കാം കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത തരാനുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഹെൽമെറ്റ് ഒന്നും ഇടാത്ത കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് ഇടാത്ത എന്താ ചോദിക്കും. കാടിന്റെ ഉള്ളിൽ കൂടെ അല്ലേ പോണത്? കാടിൻ്റെ അവിടെ പോയപ്പോ ഒരു കോഴിയില്ല, മറ്റേ ചെമ്മലപ്പെട്ട കോഴി എന്നൊക്കെ പറയില്ലേ? ഞങ്ങൾ ചമ്മലപ്പെട്ട കോഴി അറിയാം. കോഴി ഉണ്ട്. അപ്പൊ അതിനും അവിടെ ഇങ്ങനെ നോക്കിയേ മുളകും തൈയാണ് ഈ പറിച്ചത്. റോട്ടിലല്ലേ? ഈ റോഡിലെ കാട്ടിൽ കണ്ട മുളകും തൈ. കിളികള് കാഷ്ടിക്കുന്ന അതിൽ ഇത് തയ്യാണത് മുളക് തൈ. ഞങ്ങളിങ്ങനെ റോഡ് പക്കത്തെ കാണുമ്പോൾ പറിക്കും കേട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ചീനമുളക് ഉണ്ടാവണം കുറച്ചൊക്കെ. വള്ളികളൊക്കെ വള്ളികള് ഫ്രണ്ട് കമന്റ് ചെയ്യൂട്ടോ. ഫ്രണ്ടിന്റെ തൊടി അതില്ലേ? ഫ്രണ്ട് കണ്ടോട്ടെ. എന്താ മുളകും തൈ, കാട്ടുമുളക്. വെറുതെ അറിയട്ടെ, സാധാ ചീനമുളകാണ്. അതിനുള്ളിലൊക്കെ ഇല്ല, കോഴിന്റെ ഒച്ചരിട്ട് കാണാല്ല. പോലെ എന്നാലേ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ പോവാ. ഇത്രയും ഭംഗിയ. ഇന്നലെ നമ്മള് കല്യാണത്തിന് പോയി എന്നിട്ട് ബാക്കി ഒന്നും പറയാനും എടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇന്നലത്തെ നമ്മളെ അവസ്ഥ വളരെ മോശമായിരുന്നു. അമ്മയ്ക്ക് വയ്യാതെയായി. അമ്മയ്ക്ക് അറിയാലോ കുറച്ച് ദിവസമായിട്ട് വയ്യായി ഉണ്ടായിരുന്നു. അപ്പൊ അത് കൂടെ നല്ലോണമായി. എന്നിട്ട് അമ്മ ഞങ്ങൾ രാവിലെ കൊണ്ടുപോയി നമ്മളെ എടവണ്ണ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇന്നാൾ ചോദിച്ചിരുന്നു എടവണ്ണ ഹോമിയോ ആണോ ചോദിച്ചെന്ന് തൊട്ട് അറിയാത്ത ആരോ. അപ്പോൾ ഹോമിയോ അല്ല, സാധാ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പോയിട്ടിപ്പോൾ അമ്മേനെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ വീണ്ടും നമുക്ക് ഈ അസുഖത്തിൻ്റെത് നോക്കാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പി അല്ല, അതിൻ്റെ വേറെ അതാണ്. അത് നമ്മൾ വായക്കൂടെ ഇങ്ങനെ ആക്കിയിരിക്കണ പൈപ്പ് ഇട്ടുള്ളതല്ലേ. ഇത് മറ്റേ ഇതാണ് അമ്മേൻ്റെ അസുഖത്തിന് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ വേറെ പേരുണ്ട് കേട്ടോ, എന്താ മറന്നു. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോന്നു. ഇപ്പം എന്നൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ടെൻഷനാണ് എന്താണെന്നുള്ള ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം 100% ഓക്കെ ആണെന്നാണ് നമ്മളോട് പറഞ്ഞ ഡോക്ടർ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിന്നതാണ് ധൈര്യം വെച്ചിട്ട്. പക്ഷെ ഇതിപ്പോൾ എന്താണ് വെച്ചാൽ നമ്മളിപ്പോൾ ആൾക്കാരോട് തുറന്ന് പറയുകയാണ് ബ്ലീഡിങ് ആണ്. പക്ഷെ അത് സദാ ഉള്ളൊരു അല്ല, എന്നൊരു മാറ്റം മാറിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടാണ്. അറിയാം, പക്ഷേ എനിക്ക് ഇങ്ങോട്ട് പറയാം ഇതാവണില്ല. അപ്പോൾ ഏതായാലും നാളെ പോയിട്ട് ചെയ്താൽ നാളെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷമുള്ളൂ നമുക്ക് ചെയ്യാനുള്ള ഡേറ്റ് തരാം. നമ്മളിവിടെ നിംസ് ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ, വണ്ടൂര്. അവിടെ ഉണ്ട്. അമ്മേൻ്റെ അസുഖം ഫസ്റ്റ് തന്നെ കൺഫേം ആക്കിയത് ആ ഹോസ്പിറ്റലിൽ നിന്നാണ്. നമ്മൾ ബ്ലീഡിങ് ആയിട്ട് പോയത് തന്നെ നിംസിക്കാണ്. ആദ്യം ഗവൺമെൻറ് പോയി, പിന്നെയാണ് എന്താ പറയുക MRI ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നാണിത് അറിഞ്ഞത് ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് വീണ്ടും ഒരു ദിവസം ചിലപ്പോൾ അഡ്മിറ്റായിട്ട് അവിടെ നിൽക്കുകയൊക്കെ വേണ്ടി വരും. അപ്പം എന്നാലേ അറിയുള്ളൂ. അപ്പം ഞങ്ങൾ നാളെ പോകും അതിന്. ഇപ്പം അമ്മേനെ കാണാൻ താത്ത വന്നിട്ടുണ്ട്, നാസറാക്കാൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, ആ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് അങ്ങനെ പോയി വന്നു. അത് കഴിഞ്ഞിട്ട് പാറൂസിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതായിരുന്നു മഞ്ചേരി. അതിൻ്റെ ഇടയ്ക്ക് പനി വന്നു, അതുണ്ട്. അപ്പോൾ ഒക്കെ പാടെ കടന്നിട്ട് ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ആയി. നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ, ഓരോ തട്ടിമുട്ടി ഇങ്ങനെ വരികയാണ്. ബായിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്, സ്കൂൾ തുറന്നതല്ലേ, കുറേ ദിവസമായിട്ട് കണ്ടില്ല. അപ്പൊ അപ്പൂസിനും ഒരു ക്ലാസ്സൊക്കെ ആയെങ്കിലുള്ള നമുക്കൊരു സമാധാനം. അടുത്തുള്ളവർക്കൊക്കെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അടുത്തായാലും നമുക്കിത് വരാനും പോകാനും ഒക്കെ സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു.
സന്ധ്യച്ചി വന്നിരുന്നു. സന്ധ്യച്ചിയും കുട്ടിയും വന്നിട്ടൊന്ന് പോയി നിന്നിട്ടില്ല. സിന്ധേച്ചിക്ക് എൻ്റെ പോലെ തന്നെ ജലദോഷം ഇതൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മള് പോവല്ല സുഖം കിട്ടില്ല. അതാർന്നത് ഇനി ഇത് നമുക്ക് അറിയണം കറക്റ്റ് എന്താന്ന്. RCCക്ക് പോവേണ്ടി വരുമോ? അപ്പൊ അതിന്റെ ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അല്ല വീഡിയോ ചെയ്യാൻ പറ്റും. എന്നാലും പറഞ്ഞില്ല നമ്മുടെ ചാനലിന് ചെറിയ പ്രശ്നമുണ്ട്, ശരിയായിട്ടില്ല. അപ്പൊ റെഡി ആവും എന്താ ആവട്ടെ. എന്നാലും നമ്മളെ വിശേഷം നിങ്ങളോട് പറയണം എന്നുള്ളത്. കുറച്ച് ദിവസമായി നമ്മളെ ചാനൽ ഇങ്ങനെ ആയിട്ട്. വീഡിയോ പോകുന്നുണ്ട്. വീഡിയോ പോകുന്നുണ്ട്. നമ്മള് ഷോർട്ടൊക്കെ അന്ന് ഇട്ട് നോക്കി, വെറുതെ ഒന്ന് ഇട്ട് നോക്കി. അന്ന് പെരുന്നാളിന് പോയ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ സാധനം കാണില്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ട്. അപ്പൊ എല്ലാം കൂടി മൊത്തത്തിലൊരു എന്തൊക്കെയോ ആണ്. അപ്പൊ ഇനി നാളെ കാണട്ടെ. അമ്മേനെ ഇനിയിപ്പോ അവിടെ വർത്താനം പറയണം, അതാണ് ഇങ്ങോട്ട് ഇറക്കാത്ത ഡ്രാഫ്റ്റാണ്. അപ്പൊ അമ്മേനെ കൂട്ടി നാളെ കാണാൻ നമുക്ക് എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.